സാത്താൻ 2 മിസൈലുമായി പുടിൻ മുന്നോട്ട് വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ആ മിസൈലിന്റെ പ്രത്യേകത? ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ പുടിൻ്റെ റഷ്യ പുതിയൊരു മിസൈൽ പരീക്ഷിച്ചു. സാത്താൻ 2 എന്ന പേരിൽ ഓമന പേരിൽ അറിയപ്പെടുന്ന മിസൈൽ. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് RS-28 സർമാത്ത് എന്നാണ്. ഇത് ദീർഘകാല സമയമെടുത്ത്, ഒരുപക്ഷെ റഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഗവേഷണം നടത്തിയുണ്ടാക്കിയ ഒരു പുതിയ മിസൈലാണ്. ലോകത്തെ ഭയപ്പെടുത്താൻ വേണ്ട, അങ്ങനെ പറയണ്ട, അമേരിക്കയെ ഭയപ്പെടുത്താൻ ഏറ്റവും പറ്റിയൊരു സാധനം. ഒന്ന് ആലോചിച്ച് നോക്കണം. 18,000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നൊരു മിസൈൽ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ ഉറക്കം കെടുത്തും. അതും ആണവ പോർമുന ഘടിപ്പിക്കാൻ പറ്റിയ മിസൈലും കൂടിയാണെങ്കിലോ, ഒന്നാന്തര ആണവായുധം വഹിച്ചുകൊണ്ട് അമേരിക്കയിലെ ഏത് നഗരത്തിലും പ്രഹരിക്കാൻ പറ്റുന്നൊരു മിസൈൽ റഷ്യ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവേണ്ടത്. വലിയൊരു മിസൈലാണ്. 35 മീറ്ററിലധികം നീളമുണ്ട്. 35.3 മീറ്റർ നീളം, 3 മീറ്ററോളം വ്യാസം, 208 ടൺ ഭാരം. ഇത്തരം ഒരു ഭീമാകാരമായ വലിയൊരു മിസൈലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വിജയകരമായിട്ട് ചെയ്തെടുക്കാൻ വളരെ സമയമെടുത്തു. 2000 ആണ്ടിലാണ് റഷ്യ ഇതിൻ്റെ വികസനം, ഇതിനെ സംബന്ധിച്ച ഗവേഷണം ആരംഭിക്കുന്നത്. 2022 2000 ടെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും പരാജയപ്പെടുക ചെയ്തത്. ഇതിനു മുമ്പുള്ള ടെസ്റ്റുകളെല്ലാം പരാജയമായിരുന്നു. ഇത്തവണ വിജയിച്ചു 2026. അതായത് വികസനം ആരംഭിച്ച് 26 വർഷങ്ങളെടുത്ത് വിജയിപ്പിച്ച ഒരു മിസൈൽ. കാരണം അത് കുറ്റമറ്റ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് അത് ഇത്രയും കാലം നീണ്ടുപോയത്. ഒരു രാജ്യം ഒരു മിസൈൽ പരീക്ഷിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അവരത് പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ എന്താണോ ഉദ്ദേശിച്ചത് അവിടം വരെ എത്തിയില്ല എന്നുള്ളതാണ്. അത് എത്തിച്ചതിന് ശേഷമാണ് വിജയമായി എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഏറ്റവും പ്രധാനം, അതിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അമേരിക്ക അവരുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് വെച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് മിസൈൽ വന്നാലും ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി താഡ്, പേട്രിയറ്റ് തുടങ്ങിയിട്ടുള്ള പേരുകളിൽ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പണ്ടത്തെ ഗൾഫ് യുദ്ധം, അതായത് ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കണ്ടവർക്കറിയാം. സ്കഡ് എന്നൊരു മിസൈൽ ഇറാഖ് അയക്കുന്നു. അത് ഇസ്രായേലിലേക്ക് ചെല്ലുമ്പോൾ, സൗദിയിലേക്ക് ചെല്ലുമ്പോൾ പേട്രിയറ്റ് എന്ന് പറഞ്ഞ മിസൈൽ വെച്ചിട്ട് അമേരിക്കനെ തടുക്കുന്നു. നമ്മൾ പണ്ട് മഹാഭാരതം സീരിയൽ കണ്ടപ്പം കണ്ട കുറേ കാഴ്ച പോലെയായിരുന്നു. നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമായി. അമേരിക്ക ലോകോത്തര ടെക്നോളജിയാണ്, അവൻ എന്ത് മിസൈലും തടുക്കും, അമേരിക്കയുടെ സംരക്ഷണമുള്ള നാടുകൾ സുരക്ഷിതമാണെന്നൊക്കെയുള്ള തോന്നൽ ജനിപ്പിച്ചത് ആ യുദ്ധത്തിൽ കൂടിയാണ്. പക്ഷേ ഇത്തവണ എന്ത് പറ്റി? ഇത്തവണ സത്യത്തിൽ ഇറാൻ ഉണ്ടാക്കിയ പല മിസൈലിൻ്റെ മുന്നിൽ പേട്രിയറ്റ് പരാജയപ്പെട്ടു. ഇറാന് ആരായിരിക്കും മിസൈൽ ടെക്നോളജി കൊടുത്തത്? ഒന്ന് ഇറാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാവും, പിന്നെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും കിട്ടിയതായിരിക്കും. എന്തായാലും ശരി, മിസൈൽ പ്രതിരോധം എന്ന് പറയുന്നത് കബളിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഈ ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ റഷ്യ ഇതിൽ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത്. കാരണം ലക്ഷക്കണക്കിന് റൂബിൾ മുടക്കി, അല്ലെ കോടിക്കണക്കിന് റൂബിൾ മുടക്കി ഇത്രയും കാലം എടുത്തൊരു പുതിയൊരു മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ട് അവരുദ്ദേശിക്കുന്നിടത്ത് വീഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു മിസൈലാണ്. വലുതാണ്, വലിയ റേഞ്ചുണ്ട്, അമേരിക്കയിൽ എവിടെ മേളിലും എത്തും. മാത്രമല്ല മൾട്ടിപ്പിൾ വാർഹെഡ്സ് അതിൽ ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഒരു മിസൈൽ ചെന്നൊരു പ്രത്യേക പോയിന്റ് പതിക്കുകയല്ല, അതിന് പകരം ആണവ പോർമുന വഹിച്ച 15ഓളം വിവിധ വാർഹെഡുകൾ അതിൻ്റെ തലപ്പത്തുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എവിടെയാണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രാജ്യം അതിൻ്റെ അടുത്ത് എത്തുന്നതോടെ ഈ മിസൈലിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള ചെറിയ മിസൈലുകൾ പാറിപ്പറന്ന് വിവിധ ലക്ഷ്യങ്ങളെ പരിഹരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ പോകുന്ന ഒന്നിനെ തടുക്കാൻ ഒരു പ്രതിരോധ സംവിധാനത്തിന് എളുപ്പമല്ല. ഇത് ഒരു കബളിപ്പിക്കൽ സംവിധാനമാണ്. ഇത്തരം ഒരു അതിഗംഭീരമായ മിസൈൽ ഇത്രയും ലോങ് റേഞ്ച് പോകുന്ന, ആണവ പോർമുന വഹിക്കാൻ പറ്റുന്ന, ആണവല്ലാത്ത സാധനങ്ങളും വഹിക്കാൻ പറ്റുന്ന, അമേരിക്കയുടെ ഏത് നഗരത്തിനും അമേരിക്കയുടെ ഏത് കോർണറിനും ഒരുപക്ഷെ ലോകത്തെ അമേരിക്കയുടെ ഏത് മിലിറ്ററി ബേസിനും പ്രഹരമേൽപ്പിക്കാൻ പറ്റിയൊരു മിസൈൽ റഷ്യ തയ്യാറാക്കിയിരിക്കുന്നു. ഓർക്കണം, യൂറോപ്പിൻ്റെ ഏത് ഭാഗത്തും റഷ്യക്ക് പ്രഹരിക്കാൻ പറ്റും, ഏഷ്യയുടെ ഏത് ഭാഗത്തും പ്രഹരിക്കാൻ പറ്റും, അമേരിക്കയുടെ ഏത് ഭാഗത്തും പറ്റും. തെക്കേ അമേരിക്കയിലേക്ക് മാത്രമേ ഒരുപക്ഷെ പറ്റാത്തുള്ളൂ. ഓസ്ട്രേലിയയിലേക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. ഇതൊഴിച്ച് ബാക്കി എല്ലായിടത്തും മിസൈൽ പ്രഹരം ഏൽപ്പിക്കാൻ റഷ്യക്ക് ധാരാളം മതി. ചുരുക്കി പറഞ്ഞാൽ ലോകോത്തരമായൊരു പുതിയ മിസൈൽ റഷ്യ പ്രയോഗിച്ച് വിജയിച്ചിരിക്കുന്നു. അത് ഏത് സമയത്താണെന്ന് ആലോചിക്കണം. ഇറാൻ യുദ്ധം, ഇറാനും യു എസ് തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഉക്രൈനിൽ വലിയ മുന്നേറ്റം നടക്കുന്ന സമയത്താണ്. ഓർക്കുക, റഷ്യ ഇപ്പോൾ തന്നെ യുദ്ധത്തിലാണ്. ഉക്രൈനാണ് എതിരാളി. ആ ഉക്രൈൻ അവിടെ സഹായിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ സഖ്യകക്ഷികളുമാണ്. ഇവരെല്ലാം പണവും ആയുധവും കൊടുത്ത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. യുദ്ധമെല്ലാം ഇവരുടെ സാങ്കേതിക വിദഗ്ധരും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നാളെ ഉക്രൈൻ വീഴുമെന്ന് കണ്ടാൽ അമേരിക്ക ചെയ്യാൻ പോണത് ഒരു ലോങ് റേഞ്ച് മിസൈൽ വെച്ച് ഒരു പക്ഷേ റഷ്യയിൽ പ്രഹരിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെയെങ്കിൽ അതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ റഷ്യക്ക് സാധിക്കും. മാത്രവുമല്ല, മറ്റൊരു ഭീഷണി കൂടി അമേരിക്ക നേരിടേണ്ടി വരും. ഈ ടെക്നോളജി ഇറാന് നാളെ റഷ്യ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിലോ, അങ്ങനെയെങ്കിൽ
അമേരിക്കയുടെ ഏത് മൂലയിലും പ്രഹരിക്കാൻ പറ്റിയൊരു മിസൈൽ ഇറാന് സ്വന്തമാവുകയാണ്. അവർക്കിത് പറ്റിയെന്ന് വരാം. ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുതെയല്ല നാറ്റോ സഖ്യകക്ഷികൾ ഈ മിസൈലിനെ സാത്താൻ എന്ന് വിളിക്കുന്നത്. സാത്താൻ 2 എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഇതിൻ്റെ ഒരു മിനിയേച്ചർ, വേറൊരു സാധനം, ഇതിൻ്റെ ഒരു പ്രീവിയസ് മോഡൽ ഇതിനു മുമ്പ് റഷ്യ വികസിപ്പിച്ചിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ ഓമന പേര് സാത്താൻ എന്നായിരുന്നു. അതേപോലത്തെ രണ്ടാമതൊന്ന് വന്നപ്പോൾ സാത്താൻ 2 എന്ന് നാറ്റോ സഖ്യകക്ഷികൾ ഇതിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. സത്യം പറയാം, നാറ്റോയെ സംബന്ധിച്ച് ഇത് സാത്താൻ തന്നെയായിട്ട് മാറും. സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടുന്ന ഒരു സംഭവമാണ് റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ യുദ്ധത്തിൻ്റെ അവസാനം സന്തോഷിച്ചിരിക്കാൻ പോകുന്നത് പുടിനാണ് എന്നർത്ഥം.